ഹായ്, ഇന്നലെ ഇ പാൻ എടുക്കുന്നത് എങ്ങനെയാണ്, ഇൻസ്റ്റാൻറ്റ് ഇ പാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഫ്രീ ആയിട്ട് എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം ഒരുപാട് പേര്, അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോയ്ക്ക്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ഇന്നലെ ആരോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അതെല്ലാം കണ്ടിട്ട് ഒരുപാട് പേര് എങ്ങനെയാണ് ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു, ക്യൂ നിൽക്കുന്നു, അക്ഷയയിൽ പോകണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് കമൻസ് കണ്ടിരുന്നു. അപ്പോൾ അതിനെല്ലാം ഒരു മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ലോകത്തിൻ്റെ എവിടെ ഇരുന്നും ഓൺലൈനിലായിട്ട് ഈ പാൻ കാർഡ്, പഴയ പാൻ കാർഡ്, 4 വർഷത്തിന് മുമ്പുള്ള പാൻ കാർഡ് പുതുക്കി പുതിയ പാൻ കാർഡ് നിങ്ങൾ പറയുന്ന അഡ്രസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ അഡ്രസ്സിലോ എത്തിക്കാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഗവൺമെൻറ് പറഞ്ഞു തരുന്ന മാർഗ്ഗമാണ്. അല്ലാതെ എല്ലാവരും പോയി ക്യൂവിൽ നിന്ന്, അക്ഷയയിൽ പോയി നിന്ന് പാൻ കാർഡ് അപേക്ഷിക്കേണ്ട രീതിയോ കാര്യങ്ങളോ ഇല്ല. കാരണം ഇന്ത്യക്ക് പുറത്തു നിന്നുള്ളവരോ കേരളത്തിന് പുറത്തു നിന്നുള്ളവർക്കോ അത് സാധ്യമല്ല. അപ്പം അവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ പാൻ കാർഡ് മിസ്സായവർ, പാൻ കാർഡ് നഷ്ടപ്പെട്ടു പോയവർ, പൊളിഞ്ഞു പോയവർ, അങ്ങനെയൊക്കെ ഉള്ളവർ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പം ഇവർക്ക് ആർക്ക് പാൻ കാർഡ്, പഴയ പാൻ കാർഡും 4 വർഷത്തിന് മുമ്പിലുള്ള പാൻ കാർഡ് ഉള്ളവരും ബാർകോഡുള്ള പാൻ കാർഡ് ഉള്ളവർ ഇല്ലാത്തവരുമായിട്ടുള്ള എല്ലാവരും, ബാർകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിൽ ഫോട്ടോയും ഒരു സൈഡിൽ ബാർകോഡും വരുന്ന പാൻ കാർഡ് തന്നെ വേണം. ഈ 4 വർഷത്തിന് മുമ്പിലല്ലാത്ത പാൻ കാർഡുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യണം. അതിന് എങ്ങനെയാണ് ഓൺലൈനിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ ഈ കാണിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം, ഇതാണ് നമുക്ക് ഫില്ലപ്പ് ചെയ്യേണ്ടത്. ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് ഇതിൽ പിന്ന് ചെയ്ത് അതിൻ്റെ ലിങ്കിൻ്റെ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് പേജ് മാത്രം ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾ ഇത് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഒരു പേജുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം. ഈ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്ത് എങ്ങോട്ട് അയക്കണം എന്നുള്ള ഫുള്ളായിട്ടുള്ള ഡീറ്റെയിലാണ് ഇതിൽ കൂടെ പറഞ്ഞു തരുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇപ്പോൾ ഉള്ള പാൻ കാർഡിൻ്റെ നമ്പർ, ഇപ്പം പെർമിൻ്റെ ഇതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ട്, ഇതിന് ഈ പേജിൽ നിങ്ങൾ കാണുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ ഫോമാണ് ഒരു സൈഡുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം. റിക്വസ്റ്റ് ഫോർ ന്യൂ പാൻ കാർഡ് ഓർ ചേഞ്ചസ് ഓഫ് കറക്ഷൻ പാൻ ഡാറ്റ. ഇതാണ് ഈ പാൻ കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ഫോം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. സാധാരണ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇതിൻ്റെ ഫസ്റ്റ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. ഈ പാസ്പോർട്ട് സൈസ് 2 സൈഡിലും ഓരോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. ഇതിൽ നിങ്ങൾ സാധാരണ നിങ്ങളുടെ സിഗ്നേച്ചർ ഇതിനകത്ത് സിഗ്നേച്ചർ ചെയ്യുക. ഈ ബോക്സിൽ, ഈ കാണുന്ന ബോക്സിൽ, ഈ ഫോട്ടോയുടെ തൊട്ട് താഴ്വശത്ത് കാണുന്ന ബോക്സിൽ സിഗ്നേച്ചർ ചെയ്യുക. സിഗ്നേച്ചർ ചെയ്ത് ഫോട്ടോയും ഒട്ടിച്ച് കഴിഞ്ഞ് ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇപ്പോൾ ഉള്ള പാൻ നമ്പർ, നിങ്ങളുടെ ഇൻസ്റ്റാൻറ്റ് പാൻ കാർഡിൻ്റെ നമ്പർ ആണെങ്കിലും അല്ലാത്ത പഴയ പാൻ കാർഡിൻ്റെ ഈ 4 വർഷം മുമ്പുള്ള ഏത് പാൻ കാർഡിൻ്റെ നമ്പർ ആണെങ്കിലും ആ നമ്പർ ഇവിടെ ഈ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്നുള്ളിടത്ത്, പാൻ നമ്പർ എന്നുള്ളിടത്ത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് ഇതിൻ്റെ താഴോട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, നിങ്ങളുടെ ലാസ്റ്റ് നെയിം, സർനെയിം, മിഡിൽ നെയിം, ഫസ്റ്റ് നെയിം, ഇതൊന്നും നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ ഇതിനകത്ത് സ്ത്രീയാണോ, നിങ്ങൾ മാരേജാണോ, ഹൗസ് വൈഫാണോ, കുമാരിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് ഇവിടെ നിങ്ങളുടെ ഫാദർ നെയിം, നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യുക. ഇനിഷ്യൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നെയിമിൽ ഇനിഷ്യലും എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് അത് ചെയ്തതിന് ശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ നെയിം ഓൺ പ്രിൻ്റഡ് ഓൺ ദ കാർഡ് എന്നുള്ളത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. അത് ആധാറിൽ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെയാണ് വരുന്നത്. അത് ആധാറിലുള്ളതുപോലെ തന്നെ ഫില്ലപ്പ് ചെയ്യുക. അത് ഫില്ലപ്പ് ചെയ്യുക. മൂന്നാമത് വരുന്നത് ഫാദർ നെയിമാണ്. ഈ ഫാദർ നെയിം നിങ്ങൾ ഫാദറിന് ഇനിഷ്യൽ ഉണ്ടെങ്കിൽ ഫാദർ നെയിം ഇനിഷ്യൽ താഴത്തെ ലൈനിൽ കൊടുക്കുക, മേലെ ഫാദർ നെയിം കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് മെയിൽ ഫീമെയിൽ. പിന്നെ അഡ്രസ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഈ
ഇതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് കൃത്യമായിട്ട് ഈ ഓഫീസ് അഡ്രസ്സ് എന്നുള്ള ഫസ്റ്റ് പേജ് ഒഴിവാക്കിയിട്ട് സെക്കൻഡ് ലൈനിൽ നിങ്ങളുടെ ഓഫീസ് അഡ്രസ്സ് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഫസ്റ്റ് ലൈനിൽ ഒന്നും കൊടുക്കരുത്. സെക്കൻഡ് ലൈനിൽ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. കറക്റ്റായിട്ടുള്ള അഡ്രസ്സ്, നിയർ ഉണ്ടെങ്കിൽ നിയർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള അഡ്രസ്സ്, പിൻകോഡ് കൊടുക്കുക. അത് കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ കേരളത്തിലുള്ള അഡ്രസ്സ് കൊടുത്താലും മതി. കേരളത്തിലുള്ള അഡ്രസ്സ് വീട്ടിലെ അഡ്രസ്സോ ആരെങ്കിലും താമസിക്കുന്ന ഇപ്പോൾ ഉള്ള വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയും റിലേഷൻസിൻ്റെ അഡ്രസ്സോ ആരെങ്കിലും കൊടുക്കുക. കൊടുത്തതിന് ശേഷം പോസ്റ്റ്മാനോട് പറയുക ഇങ്ങനെ ലെറ്റർ വരും, അപ്പം അത് സൈൻ ചെയ്ത് വാങ്ങാൻ വേണ്ടിയിട്ട് പറയുക. അതുപോലെ നിങ്ങളുടെ ഈ കേരളത്തിലെ ഫോൺ നമ്പർ, കേരളത്തിലെ 91 എന്ന് എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ, നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ, കേരളത്തിലുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പർ കൊടുക്കുക. ആധാർ, ഇനി ഇത് 10 ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് ആധാറിലുള്ള പേര്, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എൻ്റർ ചെയ്യേണ്ടത്. ഇനി ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് നിങ്ങളുടെ പ്ലേസ് എവിടെയാണ്, നിങ്ങളുടെ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള പ്ലേസ് എവിടെയാണ്, ഡേറ്റ് ഇത് എഴുതി ഈ താഴ്വശത്തും അതേപോലെ സിഗ്നേച്ചർ ഇടുക. ഈ സിഗ്നേച്ചർ ഇട്ടിട്ട് ഈ പേജിൽ ഫോട്ടോ ഒട്ടിച്ച് ഈ ഡീറ്റെയിൽ എല്ലാം ചെയ്ത് ഈ പേജ് മാത്രം, ഈ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതിനകത്ത് 6 പേജുണ്ട്, പക്ഷേ അതിനകത്തുള്ള ഫസ്റ്റ് പേജ് മാത്രം കൊടുത്താൽ മതി. ഈ ബാക്കി എല്ലാ പേജും പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ പേജ് മാത്രം എടുക്കുക. മെയിനായിട്ടുള്ളത് 2 ഫോട്ടോ, 2 സിഗ്നേച്ചർ, ഫസ്റ്റ് ലാസ്റ്റ് സിഗ്നേച്ചർ, പാൻ നമ്പർ. ഇതിൻ്റെ കൂടെ ആധാർ കാർഡിൻ്റെ ഒരു ഫോട്ടോ, ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി സ്കാൻ ചെയ്തെടുക്കുക. ഒന്നെങ്കിൽ ഫ്രണ്ട് സൈഡ് ആണെങ്കിലും 2 സൈഡ് ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റാൻറ്റ് പഴയ പാൻ കാർഡിൻ്റെ കോപ്പി, പഴയ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ പാൻ കാർഡ് അപ്ലൈ ചെയ്തിട്ട് കിട്ടാതിരിക്കുന്നതോ പാൻ കാർഡ് ലിങ്ക് ആകാത്തതോ ആർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും കാരണവശാൽ പാൻ കാർഡിൻ്റെ കോപ്പി ഇല്ലെങ്കിൽ നിങ്ങൾ പാൻ കാർഡിൻ്റെ നമ്പർ എഴുതിയിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്യുക, പാൻ കാർഡിൻ്റെ കോപ്പി ഇല്ല എന്ന് എഴുതി വെക്കുക. അതുപോലെ തന്നെ പേരോ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളവരാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും മാറ്റി എന്ന് പറഞ്ഞാൽ ആധാർ കാർഡിൽ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ പാൻ കാർഡിലും പഴയ പാൻ കാർഡിലും അല്ല എന്നുണ്ടെങ്കിൽ, അതേപോലെ ഫാദർ നെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ 10th മാസ് കാർഡിൻ്റെ ഒരു കോപ്പി, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി, അങ്ങനെ ഏതെങ്കിലും 2 ഡോക്യുമെൻറ്റും കൂടെ ആധാർ കാർഡിൽ ഉള്ളതുപോലെ തന്നെയുള്ള 2 ഡോക്യുമെൻറ്റും കൂടെ അറ്റാച്ച് ചെയ്ത് വിടുക. അറ്റാച്ച് ചെയ്ത് സ്കാൻ ചെയ്ത് വെക്കുക. കാരണം ഇത് ഗവൺമെൻറ്റിന് ഇത് വെരിഫൈ ആകണം, നിങ്ങളുടെ പേര് പഴയതുപോലെ ആകണം. എപ്പോഴും 10th മാസ് കാർഡ്, 10ാം ക്ലാസ്സിലെ മാസ് കാർഡിൻ്റെ കോപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകൾ ഉപയോഗിക്കാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ ഫോൺ നമ്പർ കാര്യങ്ങൾ എല്ലാം ചെയ്തതിന് ശേഷം ഈ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ മൊബൈലിലോ വാട്സപ്പിലോ സ്കാൻ ചെയ്തിട്ട് സിംഗിൾ ഫയലുകളാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനകത്തൊരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്, NSDL പാൻ സെൻറ്റർ കേരള എന്ന് പറഞ്ഞ്. ആ NSDL പാൻ സെൻറ്റർ കേരള എന്നുള്ളതോ അതിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലോട്ടോ വാട്സപ്പ് ചെയ്യുകയോ മെയിൽ ചെയ്യുകയോ ചെയ്യാം. മെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും ഇതിന് വേണ്ട ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ പാൻ കാർഡ് എത്തുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിലിലും മൊബൈലിലും ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. പാൻ സെൻറ്ററിൻ്റെ മൊബൈൽ നമ്പറിൽ വാട്സപ്പിലോ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെയിലിൽ കോൺടാക്റ്റ് ചെയ്തവർക്ക് മെയിലിൽ കോൺടാക്റ്റ് ചെയ്യാം.